എത്ര മിടുക്കനായ കുറ്റവാളി ആണെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്തല്ലേ എന്തെങ്കിലും ഒരു തരിമ്പ് അതിനെ തെളിവായി എവിടെ സൂക്ഷിച്ചു വെക്കുമെന്ന് നമ്മളിങ്ങനെ കേൾക്കാറുണ്ട്. അപ്പോൾ ഇതിൽ കുറ്റാന്വേഷകരുടെ ഒരു പ്രതീക്ഷ ഇങ്ങനെ കിട്ടുന്ന തരിമ്പിലൊക്കെ പിടിച്ചു കയറിയായിരിക്കും കുറ്റവാളികളെയൊക്കെ കണ്ടെത്തുക. പക്ഷേ ഇവിടെ ഇതാ വളരെ എളുപ്പത്തിൽ ഒരു തുമ്പ് കൊടുത്ത ഒരു കള്ളനെക്കുറിച്ചാണ്. ആൾ കമ്പ്യൂട്ടർ എഞ്ചിനീയറൊക്കെയാണ്, പക്ഷേ ഗൂഗിൾ പേ പണി പറ്റിക്കുമെന്ന് അദ്ദേഹം വിചാരിച്ചില്ല. അതുകൊണ്ട് പോലീസിന് പണി എളുപ്പമായി. രാഹുൽ കെ വി നമ്മളോട് ഈ കഥ പറയും. രാഹുലെ, ഈ കള്ളൻ എങ്ങനെയായിരുന്നു മോഷണം നടത്തിയത്? ഇത്രയൊക്കെ ചെയ്യാമെങ്കിൽ ഗൂഗിൾ പേയിൽ ഇത് കൊടുത്ത് വാങ്ങിയാൽ അബദ്ധം കിട്ടും, അല്ലെങ്കിൽ പോലീസ് മണത്ത് വരുമെന്നൊന്നും ഓർക്കാൻ കഴിഞ്ഞില്ല. മുൻപും ഇതുപോലുള്ള മോഷണങ്ങളൊക്കെ നടത്തുന്ന ആളാണോ അതോ ആദ്യമായി ചെയ്ത് പെട്ടതാണോ? ദിവിഷ, ഗുഡ് ഈവനിങ്. മുൻപ് ഇതുപോലെ മോഷണമൊന്നും ചെയ്ത ചരിത്രമുള്ള ആളല്ല. ആദ്യമായിട്ട് നടത്തിയ ഒരു മോഷണ ശ്രമമാണ്. അതിൽ തന്നെ പിടിയിലായി എന്നുള്ളതാണ്. പുലർച്ചെ മോഷണ ശ്രമം, വൈകിട്ട് തന്നെ പോലീസിന് അധികം തലവേദനയൊന്നും ഇല്ലാതെ പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇന്നലെ പുലർച്ചെയാണ് രാമനാട്ടുകര ടൗണിൽ തന്നെയുള്ള ജ്വല്ലറിയിൽ മോഷണ ശ്രമം നടക്കുന്നത്. അവിടെ സെക്യൂരിറ്റികളൊക്കെ ഉള്ളൊരു ജ്വല്ലറിയാണ്. അപ്പോൾ അതിൻ്റെ പുറകുവശമാണ് ജ്വല്ലറിക്കകത്തേക്ക് കയറുന്നതിന് വേണ്ടി മോഷ്ടാവ് തിരഞ്ഞെടുത്തത്. ഏറെ ഹാർഡ് വർക്ക് ചെയ്തു എന്നതാണ്. ഒരു പിക്കാസ് വാങ്ങി അത് കൊണ്ടുവന്ന് ഭിത്തി തുരന്നതിന് ശേഷം അകത്ത് കയറി ഈ ജ്വല്ലറിയുടെ ലോക്കർ പൊളിക്കാൻ നോക്കിയ സമയത്താണ് യഥാർത്ഥത്തിൽ 8ന്റെ പണി കിട്ടുന്നത്. അവിടെ ഈ ലോക്കർ സംവിധാനത്തിന് അലാറം സിസ്റ്റവുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ലോക്കർ തകർക്കാൻ ശ്രമിച്ചപ്പോൾ അലാം മുഴങ്ങി, സെക്യൂരിറ്റി ജീവനക്കാർക്ക് അലേർട്ടായി. സമയത്ത് ഇവർ വന്ന് നോക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഹോള് പുറകിൽ കാണുന്നുണ്ട്. ജീവനക്കാർ വരുന്ന സമയത്ത് അവിടെ പതുങ്ങി നിൽക്കുകയാണ് ചെയ്തിരുന്നത്. പ്രതിയുടെ പേര് ബീഹാർ സ്വദേശി നെക്മണി സിംഗ് പട്ടേൽ എന്നാണ്. 27 വയസ്സുകാരനാണ്. അപ്പോൾ സെക്യൂരിറ്റി ജീവനക്കാർ വന്ന് നോക്കിയ സമയത്ത് കാണുന്നില്ല, പതുങ്ങി നിൽക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഇവിടെ നിന്ന് ഇറങ്ങി ഓടുകയും ചെയ്യുകയാണ് ഉണ്ടായത്. ഈ പ്രതി കൊണ്ടുവന്ന ഈ ടൂള് തന്നെയാണ് ഞാൻ പറഞ്ഞതുപോലെ ഈ പിടികൂടാൻ കാരണമായി മാറിയതും. അതായത് പിക്കാസാണ്. പിക്കാസിൽ ചില അടയാളങ്ങൾ ഉണ്ടായിരുന്നു. അത് കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷിച്ചു. പിക്കാസുമായി രാമനാട്ടുകരയിലെ പല പല കടകളിലും പോയി ഇറങ്ങി. അപ്പോൾ ഒരു കടയിലുള്ള ആൾ പറഞ്ഞു ഇത് ഇവിടെ നിന്ന് വാങ്ങിയതാണ്, ആളെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയും എന്നുള്ളത് കൂടിയാണ്. ഒപ്പം പൈസ നൽകിയത് ഗൂഗിൾ പേ വഴിയാണ് എന്നത് ഏറെ നിർണായകമാവുകയും ചെയ്തു. ഗൂഗിൾ പേ വഴി ആയതുകൊണ്ട് തന്നെ ഈ ഫോൺ നമ്പർ പോലീസ് എടുത്തു. സൈബർ സെല്ലിൻ്റെ സഹായം തേടി. സൈബർ സെല്ലിൻ്റെ സഹായത്തോടു കൂടി ലൊക്കേഷൻ എവിടെയാണെന്ന് നോക്കി. രാമനാട്ടുകര ബൈപ്പാസിൻ്റെ ഭാഗത്ത് തന്നെ ഉണ്ടായി. അങ്ങനെ 3 മണിയോടുകൂടി മോഷണ ശ്രമം, വൈകിട്ട് 7 മണിയോടുകൂടി പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതിനൊപ്പം തന്നെ പേരാമ്പ്ര ചെറുവണ്ണൂർ കഴിഞ്ഞ ദിവസം ഒരു ജ്വല്ലറിയിൽ ഭിത്തി തുരന്ന് സമാന രീതിയിൽ മോഷണം ഉണ്ടായിരുന്നു. അതിലുൾപ്പെട്ട ആൾ തന്നെയാണോ ഇത് എന്നൊരു സംശയം പോലീസിനുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ചോദ്യം ഇതിലെ ഹീറോ വേഗത്തിൽ തന്നെ പോലീസിനെ അധികം ചുറ്റി കെട്ടാതെ പെട്ടെന്ന് ആളെ പിടികൂടാൻ സഹായിച്ചു. എന്തായാലും കാര്യം രാഹുലിന് എന്തോ പറയാണ്ടല്ലോ, പറഞ്ഞു. അത് ഒറ്റ കാര്യം കൂടി. കഴിഞ്ഞ മാസമാണ് ഇയാൾ കോഴിക്കോട്ടേക്ക് വന്നത്. ഇവിടെ ഒരു JCB ഓപ്പറേറ്ററായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. അതിന് മുൻപ് തിരുവനന്തപുരത്ത് കുറച്ചു കാലം കൂലിപ്പണിയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം കോഴിക്കോട്ടേക്ക് വന്നു. അങ്ങനെ ആദ്യ മോഷണ ശ്രമം അതിൽ തന്നെ പിടിയിലായി. ഗൂഗിൾ പേയും പിക്കാസുമാണ് ഇയാളെ വിലങ്ങിടാൻ വേണ്ടി പോലീസിനെ സഹായിച്ചത് എന്നുള്ളതാണ്. ശരി, ഇനി എന്തായാലും മോഷണത്തിലേക്കൊന്നും പോകാതെ മര്യാദയ്ക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കുമെന്ന് പ്രതീക്ഷിക്കാം, അല്ലേ രാഹുലെ? ശരി.